മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കോൺഗ്രസിൽ നടന്ന പോരാട്ടത്തിൽ രമേശ് ചെന്നിത്തലയെ ഒറ്റപ്പെടുത്തിയവരും പാരവെച്ചവരുമെല്ലാം ഇപ്പോൾ ആകെ പരിഭ്രാന്തിയിലാണ് ഉള്ളത്. ചെന്നിത്തലയുടെ പ്രീതിക്കായാണ് ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ നെട്ടോട്ടം ഓടുന്നത്. പോലീസിൽ നിന്നും വിജിലൻസിൽ നിന്നും ഭയക്കേണ്ട കയ്യിലിരിപ്പുള്ളവർക്കാണ് ഇക്കൂട്ടത്തിൽ കൂടുതൽ പേടിയുള്ളത്. തന്ത്രപ്രധാനമായ ആഭ്യന്തര വിജിലൻസ് വകുപ്പുകൾ രമേശ് ചെന്നിത്തലക്ക് നൽകാൻ ഹൈക്കമാൻഡ് ഇടപെടലിൽ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തയ്യാറായതോടെയാണ് പന്ത് ചെന്നിത്തലയുടെ കോർട്ടിലെത്തിയത്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തോടെ ചെന്നിത്തലക്ക് ഇനി ലൈഫേ ഇല്ല എന്ന് കരുതിയ കോൺഗ്രസിലെയും UDF-ലെയും ചെന്നിത്തല വിരുദ്ധരെ മാത്രമല്ല, അദ്ദേഹത്തെ അവഗണിച്ച പോലീസ് ഉന്നതർക്കും ചെന്നിത്തല ആഭ്യന്തര മന്ത്രി സ്ഥാനത്തെത്തിയത് അപ്രതീക്ഷിത പ്രഹരമായിട്ടുണ്ട്. ഇവരെ ആരും തന്നെ ആഭ്യന്തര വകുപ്പ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തലക്ക് വിട്ടു നൽകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് ആദ്യം പറഞ്ഞ് പിന്നീട് KC വേണുഗോപാലിനായി നിലപാട് മാറ്റിയ K. സുധാകരൻ ആഭ്യന്തരം രമേശ് ചെന്നിത്തലക്കാണ് എന്നറിഞ്ഞപ്പോൾ ശരവേഗത്തിലാണ് ചെന്നിത്തലയുടെ വീട്ടിൽ എത്തിയിരുന്നത്. ഇതുപോലെ ചെന്നിത്തലയെ അവഗണിച്ചിരുന്ന മറ്റു നിരവധി കോൺഗ്രസ് ഘടകകക്ഷി നേതാക്കളും ഇപ്പോൾ ചെന്നിത്തലയുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാനാണ് ഓടി നടക്കുന്നത്. പോലീസ് ഉന്നതരും ചെന്നിത്തലയുടെ വീട് ലക്ഷ്യമാക്കിയാണ് പറക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം KC വേണുഗോപാലിന് ലഭിക്കാത്തതിന്റെ ദേഷ്യം മന്ത്രിസഭാ രൂപീകരണത്തിൽ തീർത്ത സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിഭാഗം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനായി ആഭ്യന്തര വകുപ്പ് കൈവശം വെക്കാൻ അതിയായി ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ആ നീക്കമൊടുവിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 28ാമത്തെ വയസ്സിൽ മന്ത്രിയായും പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായും പ്രവർത്തിച്ച രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന വി.ഡി. സതീശന്റെ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പല്ലാതെ പങ്കാളിയാകരുത് എന്ന് ഏറെ വാശി പിടിച്ചത് ചെന്നിത്തലയുടെ ഒപ്പം നിൽക്കുന്ന നേതാക്കൾ തന്നെയാണ്. എന്നാൽ വി.ഡി. സതീശൻ മന്ത്രിസഭയിലേക്ക് താൻ ഇല്ല എന്ന നിലപാടിലാണ് രമേശ് ചെന്നിത്തല തുടക്കം മുതൽ നിന്നിരുന്നത്. പകരം തന്റെ ഒപ്പമുള്ള 3 പേർക്ക് മന്ത്രിസ്ഥാനമായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്. ഇതോടെയാണ് ഡൽഹിയിൽ നിന്നും ഹൈക്കമാൻഡ് ഇടപെടലും വന്നിരുന്നത്. മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കാൻ കഴിയാത്തതിൽ വിഷമമുള്ള സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വകുപ്പ് വിഭജനത്തിൽ ചെന്നിത്തലയുടെ താൽപര്യമാണ് ആദ്യം പരിഗണിക്കേണ്ടത് എന്ന കർശന നിർദ്ദേശമാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനും നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനും നൽകിയിരുന്നത്. തുടർന്നാണ് വി.ഡി. സതീശനും KC വേണുഗോപാലും ചെന്നിത്തലയുടെ വീട്ടിലെത്തി അദ്ദേഹത്തിനാണ് ആഭ്യന്തര വകുപ്പ് എന്ന് അറിയിച്ചിരുന്നത്. ഈ പ്രഖ്യാപനമാണ് UDF-ലെ ചെന്നിത്തല വിരുദ്ധരെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത്. പോലീസ് ഭരണവും വിജിലൻസ് ഭരണവും കൈവശമുള്ള മന്ത്രിയെ മന്ത്രിസഭയിലെ മറ്റ് മന്ത്രിമാരും ഇനി ഭയക്കേണ്ടതായി വരും. ഇതുവരെ കണ്ട രമേശ് ചെന്നിത്തലയല്ല ഇനി കേരളം കാണാൻ പോകുന്നത് എന്നത് വളരെ വ്യക്തമാണ്. സംസ്ഥാന പോലീസിൽ അടിമുടി അഴിച്ചുപണിയാണ് ഇനി ഉടൻ വരാൻ പോകുന്നത്. P. ശശിയുടെ അടിമകളെ പോലെ ജോലി ചെയ്ത IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കും സ്ഥാനചലനം ഉറപ്പാണ്. P. ശശിക്ക് വേണ്ടി പോലീസ് ആസ്ഥാനത്തിരുന്ന് സംസ്ഥാന പോലീസിനെ നിയന്ത്രിച്ചിരുന്ന ADGP S. ശ്രീജിത്ത്, ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷ് തുടങ്ങി CPM-നും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും വേണ്ടപ്പെട്ട മുഴുവൻ IPS ഉദ്യോഗസ്ഥർക്കും ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനചലനം ഉറപ്പാണ്. 10 വർഷം പോലീസ് തലപ്പത്തിരുന്ന CPM അജണ്ട നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥരെ, പ്രത്യേകിച്ച് കളങ്കിതരെ മാറ്റണമെന്നത് UDF-ന്റെ പ്രഖ്യാപിത നിലപാടുകൂടിയാണ്. ഇതിൽ ചിലർ വീണ്ടും പദവികളിൽ കടിച്ചു തൂങ്ങിയിരിക്കാൻ ചില സാമുദായിക നേതാക്കൾ വഴിയും അടുപ്പക്കാരായ കോൺഗ്രസ് നേതാക്കൾ വഴിയും രമേശ് ചെന്നിത്തലയെയും നിയുക്ത മുഖ്യമന്ത്രിയെയും സ്വാധീനിക്കാനും അണിയറയിൽ നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഇതിലൊരു IPS ഉന്നതന് വേണ്ടി പ്രമുഖ വ്യവസായി തന്നെയാണ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്കൊന്നും തന്നെ നിയുക്ത ആഭ്യന്തരമന്ത്രി വഴങ്ങില്ല എന്നാണ് ലഭിക്കുന്ന സൂചന.